സംസ്ഥാന വ്യാപകമായി KUWJ നേതൃത്വത്തിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഇന്നലെയാണ് 24 പ്രതിനിധി അലക്സ് റാം മുഹമ്മദിനെ വാർത്തയിൽ പ്രതികരണം തേടിയതിന് മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത്. കാണിച്ചു തരാം എന്ന ഭീഷണിയാണ് സുരേഷ് ഗോപി ഉയർത്തിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അക്കാര്യത്തിൽ പ്രതികരണം മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് തേടിയിരുന്നു. എന്നാൽ അദ്ദേഹം പിന്നീട് മറുപടിയൊന്നും പറയാതെ വാഹനത്തിൽ കയറി പോവുകയായിരുന്നു. ഇതാദ്യമായല്ല മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ തരത്തിലേക്കുള്ള അധിക്ഷേപകരമായ നിലപാടുകൾ, പരാമർശങ്ങളൊക്കെ സുരേഷ് ഗോപി സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ KUWJ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാന വ്യാപക പ്രതിഷേധം. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധമാണ്. അത് GPOയിലേക്ക് പോകുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രസ് ക്ലബ്ബിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധമാണ്. അത് നഗരത്തിലൂടെ ചുറ്റി ഇപ്പോൾ പോവുകയാണ്. ആ തരത്തിലേക്ക് വലിയ പ്രതിഷേധത്തിലേക്ക് KUWJ കടക്കുകയാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇതിലിപ്പോൾ സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നൊരാവശ്യം KUWJ ഇന്നലെ തന്നെ ഉയർത്തിയിരുന്നു. അദ്ദേഹം സിനിമയിൽ കാണിക്കുന്ന അതേ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് കാണിക്കുന്നു, അസഹിഷ്ണുത കാണിക്കുന്നു. ഇത് വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് അത് KUWJ ഇന്നലെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ KUWJയുടെ നിലപാട് എന്താണ്? മാപ്പ് പറയണം എന്നൊക്കെയുള്ള ആ കാര്യത്തിൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പിന്നീട് പ്രതികരിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം അത് KUWJ സംബന്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാധ്യമപ്രവർത്തകരോട് തുടർച്ചയായി നടക്കുന്ന സമീപനത്തിലാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇപ്പോൾ KUWJ ജില്ലാ പ്രസിഡന്റ് ഷിലിറ്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുത ഇത് പതിവായി സുരേഷ് ഗോപി തുടരുകയാണ്. കടുത്ത പ്രതിഷേധം ഇതിനോടകം തന്നെ നമുക്കുണ്ട് ഈ വിഷയത്തിൽ. അതെ, കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തന്നെയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങളും ധർണകളും സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന പദവിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു പ്രസ്താവനയോ പെരുമാറ്റ രീതിയോ അല്ല അദ്ദേഹം പിന്തുടരുന്നത്. അക്കാര്യത്തിൽ യൂണിയന്റെ കടുത്ത പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ അത് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അതിന്റെ പരസ്യമായ പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് തന്നെയാണ് ഇക്കാര്യത്തിലെ KUWJയുടെ നിലപാട്. അവർ പറഞ്ഞത്, അല്ലെങ്കിൽ KUWJ ജില്ലാ പ്രസിഡന്റ് അക്കാര്യത്തിൽ പറഞ്ഞത്, സംസ്ഥാന വ്യാപകമായി ഇക്കാര്യത്തിൽ പ്രതിഷേധം നടത്തും, അറിയിക്കേണ്ടവരെ വിഷയം അറിയിക്കും. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുക അത് സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നടത്തുന്നതാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എടുക്കുന്ന നിലപാട് അതൊരിക്കലും നമുക്ക് ഭൂഷണമാണെന്നോ അംഗീകരിക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമല്ല. കാരണം അതിലേറ്റവും പ്രധാനം ഇന്നലെ തന്നെ നടന്ന സംഭവത്തിൽ ഇപ്പോൾ KUWJ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് രാഷ്ട്രീയ നിലപാടുകൾ വേണമെങ്കിലും എടുക്കാം. അതിൽ സ്വാഭാവികമായ മാധ്യമപ്രവർത്തകർ അക്കാര്യത്തിൽ ചോദ്യം ഉയർത്തുക പതിവാണ്. പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ നേതാക്കളോടൊക്കെ നമ്മൾ അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷെ അതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അവരുടെ ജോലിയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുക, അക്കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുക, ഇത് തുടർച്ചയായി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു രീതിയായി മാറുന്നു എന്നുള്ളതാണ് KUWJയുടെ ഇപ്പോഴത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത്. KUWJ തന്നെ പറയുന്നു, അവരുടെ ജില്ലാ നേതാക്കൾ തന്നെ ആ വിഷയത്തിൽ പറഞ്ഞത്, ഈ വിഷയം എത്തിക്കേണ്ടവരുടെ ശ്രദ്ധയിൽ പെടുത്തും. ഒരു കേന്ദ്രമന്ത്രിക്ക് യോജിക്കാത്ത തരത്തിലേക്കുള്ള പെരുമാറ്റം സുരേഷ് ഗോപി ആവർത്തിക്കുന്നത് അത് സ്വാഭാവികമായും ആരുടെ ശ്രദ്ധയിലാണോ പെടുത്തേണ്ടത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും. പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികൾ തുടരും. ഇനിയും സുരേഷ് ഗോപി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KUWJ ഔദ്യോഗികമായി വ്യക്തമാക്കുന്നുണ്ട്. പ്രതിഷേധം തുടരുകയാണ്. മറ്റു ജില്ലകളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. മലപ്പുറം, അതേപോലെ തന്നെ തൃശൂർ, എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ KUWJയുടെ പ്രതിഷേധം ഉണ്ട്. 24 ചീഫ് റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെതിരെ ഇന്നലെയായിരുന്നു ഭീഷണി, അതായത് ഒരു ചോദ്യം ഉയർത്തിയതിന് ഭീഷണി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അനുജ, അതാണ് ചോദ്യം ചോദിച്ചതിനാണ്, വാർത്തയിൽ പ്രതികരണം തേടിയതിനാണ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇതിനു മുൻപും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മോശം പരാമർശങ്ങൾ, പെരുമാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് മുറിയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ഭീഷണിപ്പെടുത്തലാണ് നടന്നത് എന്നത് ഇത് എന്തായാലും വച്ചുപൊറുപ്പിക്കാൻ കഴിയുന്നതല്ല എന്നതിൽ തർക്കമില്ല. വിവിധ ഇടങ്ങളിൽ സംസ്ഥാന വ്യാപകമായി തന്നെയുള്ള പ്രതിഷേധം, ജില്ലാ കേന്ദ്രങ്ങളിൽ KUWJ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്.